ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാവേരിയുടെയും നരൻ്റെയും കൂടിക്കാഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാവേരിയുടെ ജീവിതത്തിലെ പുഷ്പവാടിയിലെ അധ്യായം അവസാനിച്ചിരിക്കുകയാണ്. ഇനി തിരുവനന്തപുരത്ത് നരനുമൊത്തുള്ളൊരു ജീവിതമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണുകയുണ്ടായി, കാവേരി രാഗിണിയുടെയും നിവിൻ്റെയും കല്യാണ മണ്ഡപത്തിൽ വെച്ച് ജയപാലിനെ കുറിച്ചുള്ള സകല സത്യങ്ങളും തെളിയിക്കുന്നതും പോലീസ് അറസ്റ്റ് വാറന്റുമായിട്ട് ജയപാലൻ്റെ അരികിൽ എത്തുന്നതും യാതൊരു നിവൃത്തിയുമില്ലാതെ പാവം അരവിന്ദനെ പറ്റിച്ചുണ്ടാക്കിയ മുഴുവൻ പണവും ജയപാലന് കൈമാറേണ്ടി വരുന്നതും അതെല്ലാം കണ്ടു നിൽക്കുന്ന രാജേശ്വരി കല്യാണം മുടക്കുന്നതുമൊക്കെ കണ്ടു. എന്തായാലും നിവന് സന്തോഷമാവുകയാണ്. ഒട്ടും ആഗ്രഹിക്കാത്ത പെൺകുട്ടിയെ തലയിലെടുത്ത് വെക്കേണ്ടി വരുന്നില്ല. അങ്ങനെ കിട്ടിയ പണവുമായിട്ട് കാവേരിയും കുടുംബവും നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയാണ് കേട്ടോ. എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. പാവം തങ്ങളുടെ അച്ഛനെ പറ്റിച്ചുണ്ടാക്കിയ പണം തങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടിയല്ലോ. അതുമല്ല, ഇനി നിളയുടെ ഓപ്പറേഷന് പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അങ്ങനെ സമാധാനത്തോടു കൂടിയാണ് അവർ പുഷ്പവാടി ഉപേക്ഷിച്ച് തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് ചേക്കേറുന്നത്. അപ്പോൾ അവിടെ കാവേരിയുടെ ഒരു കൂട്ടുകാരി അവർക്ക് താമസിക്കാനുള്ള വീടും ഒക്കെ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ ആ വീട്ടിലേക്കാണ് നേരെ ചെല്ലുന്നത്. അപ്പം വളരെയേറെ നിരാശയോട് കൂടിയാണ് യമുന മാത്രം പുഷ്പവാടി ഉപേക്ഷിക്കുന്നത്. തൻ്റെ പ്രണയം നിവിൻ പുഷ്പവാടിയിലാണല്ലോ. നിവിനെ ഉപേക്ഷിച്ച് പോകുന്നതൊന്നും യമുനയ്ക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. പക്ഷേ വീട്ടിലെ സാഹചര്യം ഒന്നുകൊണ്ട് മാത്രം യമുനയും അവരോടൊപ്പം മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് പോകുന്നത്. പക്ഷെ പകമുറ്റിയ പാമ്പിനെ പോലെയാണ് ജയപാലനും രാഗിണിയും. കാവേരിയുടെ വഴികളിൽ തടസ്സമായി ഇനി എപ്പോഴും അവരുണ്ടാകുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് കേട്ടോ. താൻ ഏറെ ആഗ്രഹിച്ച നിവിനെ തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും നിവിനെ തനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന് രാഗിണിക്ക് ബോധ്യപ്പെടുകയാണ്. അത്രയേറെ ജയപാലനോടും കുടുംബത്തോടും രാജേശ്വരിക്കും ദേഷ്യം തോന്നുവാണ്. ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയതൊന്നും ഒരിക്കലും ശുഭമല്ല എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് രാജേശ്വരിയും. അങ്ങനെ അവരും കാവേരിക്ക് പിന്നാലെ തന്നെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. അവിടെ പ്രശ്നമുണ്ടാക്കി കാവേരിക്കും കുടുംബത്തിനും ആ വീട് ഒഴിയേണ്ട അവസ്ഥ വരെ അവരുണ്ടാകുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവരൊരു വീടിനായിട്ടുള്ള അന്വേഷണം തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒരു പരിചയക്കാരാണ് പറയുന്നത്, നമ്മുടെ നരൻ്റെ ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കുന്നതാണെന്നും അവിടെ മുൻപും ആൾക്കാർ താമസിച്ചിരുന്നുവെന്നും ഇപ്പം ആ വീട് ഒഴിഞ്ഞു കിടക്കുവാണെന്നുള്ള കാര്യം. അവിടെയുള്ള മുത്തശ്ശനോടും മുത്തശ്ശിയോട് സംസാരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വീട് കിട്ടും എന്ന് ബോധ്യപ്പെടുത്താണ്. അങ്ങനെ നമ്മുടെ ശാരദയും കാവേരിയും രാധമ്മയും കൂടിയാണ് കേട്ടോ വീട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീടും പരിസരവും ഒക്കെ കാണുമ്പം എവിടെയോ കണ്ട് നല്ല മറന്നതുപോലൊരു ചിന്ത കാവേരിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരിക്കൽ താനും നിവിനും കൂടി അന്വേഷിച്ച് ഇവിടെ വരെ എത്തിയതാണ് എന്നുള്ള ചിന്തയൊക്കെ കാവേരി പാടെ മറന്നു പോവാണ് കേട്ടോ. താനിത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ അംബികാമ്മ നിൽക്കുന്നുണ്ട് കേട്ടോ. അംബികാമ്മയുടെ അടുത്തേക്ക് കാവേരി നേരെ ചെല്ലാണ്. എന്നിട്ട് പറയും, ഇവിടെ ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, അതിൻ്റെ വിവരം അന്വേഷിക്കാനായിട്ട് വന്നതാ. ഇതെൻ്റെ അമ്മ ശാരദ, ഇത് അച്ഛമ്മ രാധമ്മ എന്ന് അവരെയൊക്കെ പരിചയപ്പെടുത്തുകയാണെന്ന്. അത് കേൾക്കുന്ന നമ്മുടെ അംബികാമ്മ പറയും, ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവിടെ വാടകക്കാരൊന്നുമില്ല. ഞങ്ങളുടെ കൊച്ചുമോൻ്റെ തീരുമാനം ഇനി അത് വാടകയ്ക്ക് കൊടുക്കണ്ട എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് ആരാണ് അംബികയോട് സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് നമ്മുടെ മുത്തശ്ശനും ഇറങ്ങി വരികയാണ്. അപ്പം മുത്തശ്ശൻ ആരാ, എവിടുന്ന എന്നൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. അപ്പം ശാരദ പറയും, ഞങ്ങളങ്ങ് പുഷ്പവാടിയിൽ നിന്നാ. എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാ, ഗൾഫിൽ ജോലിയായിരുന്നു. എൻ്റെ ഇളയ കുഞ്ഞുണ്ട്, അവൾക്കൊരു ഓപ്പറേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയാ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നത്. ഇപ്പം ഞങ്ങൾക്ക് തൽക്കാലം താമസിക്കാൻ ഒരു വീട് ആവശ്യമുണ്ട്. ഓപ്പറേഷൻ കഴിയുന്നത് വരെ ഇവിടെ തന്നെ താമസിക്കേണ്ടി വരുമെന്ന ഡോക്ടർ പറഞ്ഞത്. അധികം യാത്രയൊന്നും ചെയ്യാൻ പാടില്ലെന്ന, പിന്നെ നല്ല റെസ്റ്റും വേണം എന്ന് പറയാം. അപ്പോൾ സംശയം തോന്നുന്ന നമ്മുടെ മുത്തശ്ശൻ ഏത് വീട്ടിലാണെന്നും അച്ഛൻ്റെ പേരെന്താണെന്നും ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ അരവിന്ദന്റെ കുടുംബമാണ് തന്നെ തേടി ഇവിടെ വന്നിരിക്കുന്നത് എന്ന് മുത്തശ്ശന് ബോധ്യപ്പെടുന്നുണ്ട്. അവരെ മടക്കി അയക്കാൻ പാടില്ല, അവർക്ക് നീതി മേടിച്ചു കൊടുക്കണം, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ എന്ന് മുത്തശ്ശൻ മനസ്സ് ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പറയും, അതിനെന്താ, ഇവിടെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ട്, നിങ്ങൾക്ക് തരാം. ദേ ആ കാണുന്നത് ഔട്ട് ഹൗസ്, നിങ്ങൾക്ക് അത് തുറന്ന് കാണിച്ചു തരാം, സൗകര്യമുണ്ടോ എന്ന് നോക്കൂ എന്ന് പറയുകയാണേ. അത് കേൾക്കുമ്പം കാവേരിക്ക് ഒരുപാട് സന്തോഷം തോന്നുക. പെട്ടെന്ന് അംബികാമ്മ മുത്തശ്ശനെ വിളിച്ചിട്ട് പറയും, അതിന് നരൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നരി ഇനി ആ ഔട്ട് ഹൗസ് ഒരിക്കലും വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പം നരി ആ സമയത്തൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയും, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് നിനക്കറിയില്ലേ അംബിക എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന അംബിക പറയും, എന്ത് തീരുമാനിച്ചാലും അതിലെന്തെങ്കിലും ഉണ്ടാകും, അതെനിക്കറിയാം. പക്ഷേ നരി അവനിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ലേ, അവന് സഹിക്കാൻ പറ്റുമോ? ആ പെൺകുട്ടിയും കുടുംബവും അവിടെയല്ലേ താമസിച്ചിരുന്നത്. ആ ഓർമ്മ കൊണ്ട അവൻ ഇനി ഒരിക്കലും ആ വീട് വാടകയ്ക്ക് കൊടുക്കണ്ട എന്നൊരു തീരുമാനത്തിൽ
എത്തിയിരിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ് എന്ന് പെട്ടെന്ന് മുത്തശ്ശൻ അംബികാമ്മയോട് പറയാണ്. കൂടുതലൊന്നും അംബികാമ്മ ചോദിക്കുന്നുമില്ലേ. അങ്ങനെ കാവേരി വീടൊക്കെ തുറന്നു കാണുമ്പം നല്ല സൗകര്യമുള്ള അവർക്കെല്ലാവർക്കും താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ആ വീട് മതി എന്നവർ തീരുമാനിക്കുക. രാധമ്മയ്ക്കും ശാരദയ്ക്കും എല്ലാവർക്കും ആ വീടങ്ങ് ബോധ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അംബികാമ്മയോട് പറയും, ഈ വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അഡ്വാൻസ് തുക എത്രയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് തന്നെ അടച്ചേനെ എന്ന് കാവേരി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശൻ പറയും, അതൊക്കെ പിന്നെ നമുക്ക് അടയ്ക്കാലോ, നിങ്ങൾ എന്തായാലും എത്രയും വേഗം ഇങ്ങോട്ട് താമസം മാറിക്കോളൂ. അനിയത്തിക്കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടിയാണ് ഇങ്ങോട്ട് താമസം വന്നതെന്നല്ലേ പറഞ്ഞത്, എത്രയും വേഗം കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി അവരിപ്പോൾ തൽക്കാലം താമസിക്കുന്ന റൂമിലേക്ക് ചെല്ലുകയാണേ. അപ്പം നമ്മുടെ വിനീതും ഗംഗയും കൂടി ഒരു ജോലി അന്വേഷിച്ചും പോയിരിക്കുകയായിരുന്നു കേട്ടോ. വിനീതിന് അവിടെ ഒരു അച്ഛനാണെങ്കിൽ തയ്ക്കാനുള്ള ജോലിയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പോയിട്ട് അവരും വന്നതാണ്. ഏകദേശം നല്ലൊരു ജോലി തന്നെയാണ്, നല്ല ശമ്പളവും കിട്ടുന്നുണ്ട്. പുഷ്പവാടിയിൽ തയ്ച്ചു കൊടുത്താൽ കിട്ടുന്നതിനേക്കാൾ കൂലി തിരുവനന്തപുരത്തുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഗംഗയ്ക്കും ബോധ്യപ്പെടുകയാണ്. ഗംഗ എന്തായാലും പുതിയ ഈ നഗരവും ജീവിതവും ഒക്കെ ആസ്വദിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ വിനീതിന് ഇപ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല. പുഷ്പവാടിയിൽ ജീവിച്ച് ഇത്രയും കാലം വളർന്ന നമ്മുടെ വിനീതിൻ്റെ ലോകം തന്നെ പുഷ്പവാടിയും തയ്യൽ കടയും അവിടുത്തെ സലിമിക്ക് ബേബി ചേട്ടനും ഒക്കെയാണ്. അവരെ എല്ലാവരെയും മറന്ന് താൻ ഇവിടെ മറ്റൊരു നാട്ടിൽ തൻ്റെ അമ്മയും പുഷ്പവാടിയിലാണ്. ഈ കാര്യങ്ങളൊക്കെ വിനീതിൻ്റെ മനസ്സിലൊരു സങ്കടം ഇങ്ങനെ ആകെ കിടക്കുന്നുണ്ട്. പക്ഷെ ഗംഗ രണ്ടും കൽപ്പിച്ച വളരെയേറെ സന്തോഷത്തിൽ തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഒരു ഉയർച്ച ഉണ്ടാക്കിയെടുക്കണം എന്നൊരു നിലപാട് തന്നെയാണ് ഗംഗ. തങ്ങൾക്ക് പറ്റിയൊരു നഗരമാണെന്നും തയ്യൽക്കാർക്ക് ഇവിടെ നല്ല ഡിമാൻഡ് ഉണ്ട് എന്നും ഒക്കെ നമ്മുടെ ഗംഗയ്ക്ക് ബോധ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ കാവേരിയും ശാരദയും കൂടി വീട് കിട്ടിയ കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. നല്ല സൗകര്യമുള്ള വീടാണ് എന്നും ഒരു വലിയ കാശുകാരുടെ വീടിനടുത്തുള്ള അവരുടെ തന്നെ ഔട്ട് ഹൗസ് ആണെന്നും ഒക്കെ ബോധ്യപ്പെടുക. നല്ലൊരു മുത്തശ്ശനും മുത്തശ്ശിയും അവിടെയുണ്ട്, എന്ത് നല്ല ഇടപെടലായിരുന്നെന്നോ എന്ന് കാവേരി പറയുമ്പം ശാരദയും രാധമയും ഒക്കെ അതിനെ അനുകൂലിക്കുകയാണ്. നല്ല മനുഷ്യര്, കാശുള്ളതിൻ്റെ യാതൊരുവിധ അഹങ്കാരവും ഇല്ല, അത്ര സ്നേഹത്തോടെയാണ് ഞാൻ നമ്മളോട് സംസാരിച്ചത് എന്നൊക്കെ ശാരദയും പറയാണ്. അവരുടെ ഒരു കൊച്ചുമോനുണ്ടത്രേ, അദ്ദേഹത്തിന് മാത്രം ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാന്ന്. പക്ഷേ ആ മുത്തച്ഛനും മുത്തശ്ശിയും തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൊച്ചുമോനും സമ്മതിക്കുമെന്നാണ് അവർ പറഞ്ഞ് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗംഗ ചോദിക്കും, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? നമ്മുടെ പിന്നാലെ തന്നെ ആ ജയപാലനും രാഗിണിയും പകമുറ്റിയ പാമ്പിനെ പോലെയാണ് നടക്കുന്നത്, നമ്മൾ എവിടെ പോയാലും അവർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്നേ എന്ന് പറയാണ്. അത് കേൾക്കുന്ന കാവേരി പറയുന്നുണ്ട്, അയാൾ വരട്ടെ ചേച്ചി, നമ്മുടെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാൻ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ അയാളോട് മേടിച്ചത്, അതിന് അയാൾ ഇത്ര പകയോടുകൂടി നടക്കേണ്ട ഒരു കാര്യമില്ല. നീതിയും ന്യായവും നമ്മുടെ ഭാഗത്താണ്, നമ്മളെല്ലാവരും ഉണ്ടല്ലോ, എങ്ങനെ അയാളെ ഒതുക്കണമെന്ന് നമുക്കറിയാം എന്ന് കാവേരി പറയാണ് കേട്ടോ. എനിക്കിവിടെ ഒരു ജോലിയും കൂടി നേടിയെടുക്കണം, എങ്കിൽ പിന്നെ നമ്മൾക്ക് ഏകദേശം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് കാവേരി പറയാം. ഞാനിവിടെ അടുത്തുള്ള എനിക്ക് പരിചയത്തിലുള്ള 3-4 ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ജോലി എനിക്ക് പറ്റിയ ജോലി ഉണ്ടെങ്കിൽ പറയണമെന്ന്, അവരെ അറിയിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശാരദയ്ക്കും സമാധാനമാവുകയാണ്. ഗംഗയ്ക്കും വിനീതിനും ഒരു ജോലി റെഡി ആയിട്ടുണ്ട്, അതുപോലെ കാവേരിക്കും കൂടി ഒരു ജോലി റെഡിയായി കഴിഞ്ഞാൽ യമുനെ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും കോളേജിലൂടെ ചേർക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മുടെ ശാരദ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് യമുന ചോദിക്കും, അപ്പം നമ്മൾ നിളയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നില്ലേ എന്ന് ചോദിക്കാം. പെട്ടെന്ന് ഗംഗ പറയും, ഇനി എന്തിനാടി നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നത്? അവിടെ ചെന്നാലും ആ ജയബാലൻ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾക്ക് അത്രയധികം ദേഷ്യമുണ്ട്, ഈ നാട്ടിൽ പോലും നമ്മളെ അയാൾ സമാധാനം തരുന്നുണ്ടോ എന്ന് ചോദിക്കാം. നിനക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ മേടിക്കാം, ഇവിടുത്തെ കോളേജിൽ നിന്നെ ചേർക്കാം, അതുപോരെ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പം കാവേരിയും പറയും, നിളയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാലും കുറേ അധികം നാൾ ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ തന്നെ തുടരേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് പുഷ്പവാടിയിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വരവ് അത് പാടായിരിക്കും, അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. എനിക്കൂടി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുമല്ലോ, ഇപ്പം തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്ന് കാവേരി എല്ലാവരോടുമായിട്ട് പറയാൻ കേട്ടോ. അപ്പം യമുനയുടെ മനസ്സിലുള്ള കാര്യം വീട്ടിൽ ആരെയും അറിയിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നിവിൻ്റെ കല്യാണം മുടങ്ങിയതോടുകൂടി അത്രയേറെ സന്തോഷത്തിലാണ് നമ്മുടെ യമുന. അപ്പം നിവിനെ ഒന്ന് വിളിക്കാനോ നാട്ടിലെ കാര്യങ്ങൾ അറിയാനോ ഒന്നും സാധിക്കുന്നില്ല. അതിൻ്റെ എല്ലാ വേദനകളും നമ്മുടെ യമുനയ്ക്ക് ശരിക്കും ഉണ്ട് താനും കേട്ടോ. അപ്പം എല്ലാവരും ഈ നാട്ടിൽ തന്നെ നിൽക്കാമെന്ന് പറയുമ്പോൾ താൻ മാത്രം അതിനെ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് സംശയം തോന്നും എന്ന് മനസ്സിലാകുന്ന യമുന കൂടുതലായിട്ട് പിന്നീടൊന്നും പറയുന്നില്ല.
നമ്മുടെ നിളയെ കാണിക്കാനായിട്ട് അവരൊരു ആശുപത്രി കണ്ടെത്തുകയും ഡോക്ടറെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എത്രയും വേഗം നിളയുടെ ഓപ്പറേഷൻ നടത്തണമെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. ഓപ്പറേഷൻ വരെയും കുട്ടിക്ക് നല്ല ശ്രദ്ധ കൊടുക്കണമെന്നും പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് അതുപോലെ സൂക്ഷിച്ചാണ് അവർ നിളയെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി നമ്മുടെ നരയുടെ വീട്ടിലേക്ക് താമസം മാറുകയാണ്, ഔട്ട് ഹൗസിലേക്ക്. അപ്പോൾ ഇതൊന്നും നരൻ അറിയുന്നില്ല. അപ്പോൾ വീടും പരിസരവും ചുറ്റുപാടും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. അംബിക മുത്തശ്ശിയുടെയും അതുപോലെ നമ്മുടെ മുത്തശ്ശിൻ്റെ പെരുമാറ്റവും ഒക്കെ അവർക്ക് അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. സമയം നമ്മുടെ നരനാണേൽ വീട്ടിലേക്ക് മടങ്ങി എത്തുമ്പോഴാണ് ഔട്ട് ഹൗസിൽ നിന്നും തയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നത്. ഇതെന്താണെന്ന് അറിയാനായിട്ട് മുത്തശ്ശനോട് ഇക്കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയും, എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുടുംബത്തെ ഞാൻ ആ വീട്ടിൽ വാടകയ്ക്ക് താമസിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. അത് കേൾക്കുന്ന നരന് ഒരു രീതിയിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ആ വീട് ഇനി ആർക്കും വാടകയ്ക്ക് കൊടുക്കരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ എന്ന് ചോദിക്കാം. എന്നിട്ട് നരന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം തെറിപ്പിച്ചിട്ട് അകത്തേക്ക് പോവാം. അപ്പം നരൻ്റെ ആ പെരുമാറ്റത്തിൽ അംബികാമ്മയ്ക്കും പേടിയാവുകയാണ്. അപ്പം മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇവൻ പ്രശ്നം ഉണ്ടാക്കുമോ, അവരുടെ അടുത്ത് പോയി ബഹളം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുക. ഏയ് ഇല്ല, അവൻ്റെ മനസ്സൊന്ന് ശാന്തമാകട്ടെ, അവൻ തന്നെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കും എന്നും പറഞ്ഞ് നരന് ഒരവസരം കൊടുക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ. എന്തായാലും മുത്തശ്ശനാണെങ്കിൽ സങ്കടത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. നരൻ്റെ ഈ അവസ്ഥ എന്ന് മാറും എന്നുള്ള ചിന്തയൊക്കെയാണ് മുത്തശ്ശൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ കൊച്ചുമോനെ എന്ന് തിരികെ കിട്ടും. ഇപ്പോൾ അവൻ്റെ മുന്നിൽ ദേഷ്യവും വാശിയും ഒക്കെയാണ് നിൽക്കുന്നത്. അതൊക്കെ മാറി ചിരിയും കളിയും ഉള്ള ആ നരൻ അതിനെ എന്ന് മടങ്ങി കിട്ടും എന്നുള്ള വേദനിപ്പിക്കുന്ന ചിന്തകളൊക്കെ നമ്മുടെ മുത്തശ്ശൻ്റെ മനസ്സിലൂടെ കടന്നു പോവാണ്. ഇതേ സമയം ഒരു രീതിയിലും ആ ഔട്ട് ഹൗസ് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തത് ഉൾക്കൊള്ളാനായിട്ട് നരനെ കൊണ്ട് സാധിക്കുന്നില്ല. എത്രയും വേഗം അവരെ ഒഴിവാക്കണം, അവരോട് പോയി സംസാരിച്ചാലോ, അങ്ങനെയുള്ള പല ചിന്തകളും കടന്നു വരുന്നുണ്ട്. ഇതേ സമയം നരൻ്റെ മനസ്സൊന്ന് ശാന്തമായി എന്ന് ബോധ്യപ്പെടുന്ന മുത്തശ്ശൻ അകത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയും, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഒരു പാവ മനുഷ്യൻ അരവിന്ദൻ ആ പുഷ്പവാടിയിലുള്ള തോട്ടം മേടിക്കാനായിട്ട് എനിക്ക് കുറേശ്ശെയായിട്ട് പണം തന്ന ഒരു മനുഷ്യനെ പറ്റി. ആ മനുഷ്യൻ്റെ കുടുംബമാടാ അത്. അവർക്ക് ഇപ്പോൾ ആരുമില്ല. അവിടുത്തെ ഇളയ കുട്ടിക്ക് ഒരു ഓപ്പറേഷൻ വേണം. അതിനുവേണ്ടിയാണ് അവർ ആ നാട് വിട്ട് ഇവിടേക്ക് വന്നത്. അവർക്ക് ജീവിക്കാൻ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് എൻ്റെ കടമയല്ലേടാ. നമ്മുടെ ഈ കുടുംബത്തിലുള്ളവർ കാരണം തന്നെയല്ലേ ആ പാവ മനുഷ്യന് ഇപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന നരന് പിന്നെ ഒന്നും പറയാനില്ല എന്നുള്ള ഒരു അവസ്ഥ വരികയാണ് കേട്ടോ. അപ്പോൾ ആരാണ് എന്താണ് എന്നൊക്കെ കൂടുതലായിട്ടൊന്നും പിന്നീട് നമ്മുടെ നരൻ ചിന്തിക്കുന്നുമില്ല, ചോദിക്കുന്നുമില്ല. അവരൊന്നും കാണണമെന്ന് പോലും നരൻ്റെ മനസ്സിലൊരാഗ്രഹവും ഇല്ല കേട്ടോ. എന്തായാലും നമ്മുടെ കാവേരി നരനും പുറത്ത് വെച്ച് കണ്ടു മുട്ടുന്നുമുണ്ട്. പക്ഷേ രണ്ടുപേരും പരസ്പരം അറിയാത്തതുപോലെ കടന്നു പോകുന്നുണ്ട്. ഇതേ സമയം ജയപാലനെ ഒരിക്കൽ കൂടി ആ നാട്ടിൽ വന്ന് കാവേരിക്കെതിരെ ഒരു അക്രമം നടത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു രക്ഷകനെ പോലെ വന്ന് നമ്മുടെ കാവേരിയെ രക്ഷിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ നരൻ തന്നെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു നന്ദി കാവേരിയുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് കാവേരിയുടെ കുടുംബത്തോടോ യാതൊരുവിധ അറ്റാച്ച്മെൻറ്റോ അടുപ്പോ ഒന്നും നമ്മുടെ നരൻ കാണിക്കുന്നുമില്ല. അങ്ങനെ പോകെ പോകെ എങ്ങനെ അവർ ഒരുമിക്കും എന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്.